അടുത്ത ദിവസം തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും അടുത്ത 60 ദിവസത്തേക്ക് സുഗമമായി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ യഥേഷ്ടം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമെന്നും അതിനുവേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു അന്തിമ കരാർ ഇതാ ചർച്ചാവേദിയുടെ ടേബിളിൽ ഇങ്ങനെ ഒപ്പ് കാത്തിരിക്കുന്നു എന്ന മുഹൂർത്തത്തിലൂടെ ഇതാ കടന്നു പോകുന്നു എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ആക്സിയോസ് എന്ന വിശ്വസനീയമായിട്ടുള്ള ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹോർമൂസ് തുറക്കുന്നതിനും പുതിയ കരാറുണ്ടാക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള അന്തിമ കരാറിൻ്റെ ചർച്ചകൾ അമേരിക്ക ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇങ്ങനത്തെ റിപ്പോർട്ടും വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാൻ എന്താണ് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്, ഈ വിഷയത്തിൽ ഖത്തറുമായിട്ടോ പാകിസ്ഥാനുമായിട്ടോ സംസാരിക്കാൻ ഇറാനിൽ നിന്ന് വിദേശകാര്യമന്ത്രിയോ സ്പീക്കറോ ഈ 2 രാജ്യങ്ങളിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്നത് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദനം ചെയ്യപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ആശയങ്ങൾ കൈമാറുന്നുണ്ട് എന്നതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വിധത്തിലാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ ഉദ്ദേശിക്കുന്നത് ഹോർമൂസിൻ്റെ മാനേജ്മെൻറ്റ് വിഷയത്തിൽ ഇറാനും ഒമാനും തമ്മിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാക്കുമെന്നും അത് അടുത്ത ദിവസം ആ ധാരണയുടെ വക്കിൽ എത്താവുന്ന സാഹചര്യം ഉണ്ടാക്കിക്കഴിഞ്ഞെന്നും ഉടൻ തന്നെ നമുക്കത് മനസ്സിലാകുമെന്നും ഇറാൻ പറയുകയാണ്. അതിലൊരു പുതിയ പാത ഹോർമൂസിലൂടെ ഇറാനും ഒമാനും കൂടി അംഗീകരിച്ചു കൊണ്ടുള്ളൊരു പാത കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരുക്കും എന്നുള്ളതാണ് അതിലെ പ്രധാന വ്യവസ്ഥയെന്ന് മറ്റു ചില മാധ്യമങ്ങളെയും ഉറവിടങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും വരികയാണ്. അതിൻ്റെ വ്യക്തത നാളെയോ മറ്റന്നാളോ അറിയാൻ പറ്റും എന്ന് കരുതുകയാണ്. കൂട്ടത്തിൽ ഇറാഖിലും ചെങ്കടലിലുമൊക്കെ നടന്നു വരുന്ന മറ്റു ചില സംഭവവികാസങ്ങൾ കൂടി നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് UAEയിൽ ഇന്ന് പ്രകടമായ വൈരുദ്ധ്യം നിറഞ്ഞ 2 സ്ഥലങ്ങളിലെ 2 കാലാവസ്ഥകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. അബുദാബിയുടെ ഭാഗമായ അൽ ദഫ്രയിൽ 51.2 ഡിഗ്രി സെൽഷ്യസ് ചൂട്, ഈ സമ്മറിലെ ഏറ്റവും കനത്ത ചൂട് ഇന്ന് ഉച്ചയ്ക്ക് 12:45 അനുഭവപ്പെട്ടു എന്ന് സ്റ്റോം സെൻറ്റർ രേഖപ്പെടുത്തി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ചൂട് ഈ വർഷം കണ്ടിട്ടില്ല. മാത്രമല്ല, ആവർത്തിക്കുന്നൊരു കാര്യം, ഓഗസ്റ്റ് 10 വരെയാണ് ഇത്തവണത്തെ കൊടും ചൂട്. അതിന് അറബിയിൽ പറയുന്ന വാക്ക് ജംറത്തൽ ഖൈദ് എന്നാണ്. അത് ഓഗസ്റ്റ് 10 അവസാനിക്കുമെന്നും ചൂട് താഴാൻ തുടങ്ങുമെന്നും പ്രതീക്ഷിക്കപ്പെടുകയാണ്. ഇപ്പറഞ്ഞ കൊടും ചൂടിൻ്റെ വാർത്ത നമുക്ക് മനസ്സിലേക്ക് എടുക്കുമ്പോൾ ആകെ 39 ദിവസം, ജൂലൈ 3 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള 39-40 ദിനരാത്രങ്ങളാണ് ഏറ്റവും കൂടിയ ചൂടുകാലമായി UAEയിൽ അനുഭവപ്പെടുന്ന കാലയളവായിട്ട് പറയുന്നത്. ദഫ്രയിലെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഫുജേറയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഈ വിഷ്വൽസ് ഒന്ന് നോക്കൂ. കാറ്റും മഴയും അതിശക്തമായി നമ്മുടെ നാട്ടിലൊക്കെ വീശിയടിക്കുന്ന കാറ്റുപോലെ, പെയ്യുന്ന മഴ പോലെ അതിശക്തമായ മഴ, തൊട്ട് ചാരേ തന്നെ ഓടകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത്, പല വാദികളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ആളുകൾ മഴ ആസ്വദിക്കുന്നത്, മഴയത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത്, അങ്ങനെ മഴയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ, മഴയുടെ ആനന്ദം എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രകടമാകുന്ന ദൃശ്യങ്ങൾ UAEയിലെ പല സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 അറ്റങ്ങളെ സംയോജിപ്പിക്കുന്ന കാലാവസ്ഥയ്ക്ക് UAE ഇന്നും സാക്ഷിയായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാഖിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇറാഖിൽ ഒരു വിമാന കമ്പനി ഇറാൻ്റെ IRGCയെ സ്ഥിരമായിട്ട് പിന്തുണയ്ക്കുന്നു എന്ന് 2 വർഷമായിട്ട് ആരോപണമുണ്ട്. ആ വിമാന കമ്പനിക്ക്, ഫ്ലൈ ബാഗ്ദാദ് എന്ന ഇറാഖി വിമാന കമ്പനിക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന റിപ്പോർട്ട് വരികയാണ്. പക്ഷേ ഈ ഫ്ലൈ ബാഗ്ദാദിൻ്റെ ഉടമ ബഷീർ, അദ്ദേഹത്തിൻ്റെ ഉപരോധമൊന്നും പിൻവലിക്കുന്നില്ല, വിമാന കമ്പനിയുടെ ഉപരോധം പിൻവലിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. ചെങ്കടലിൻ്റെ കാര്യത്തിൽ ഇന്ന് നടന്നൊരു സംഭവ വികാസമായി വലിയ വാർത്തയായി വന്നിരിക്കുന്നത്, സൗദി അറേബ്യയുടെ ഒരു ടാങ്കർ ഹൂത്തി വിഭാഗക്കാർ ആക്രമണം നടത്തി, അത് ബുദ്ധിമുട്ടുണ്ടാക്കി, അത് മുങ്ങിപ്പോയി എന്ന അർത്ഥത്തിലും പിന്നീട് റിപ്പോർട്ട് വരികയാണ്. ഇതിൻ്റെയൊക്കെ ഒരു അന്തിമ സ്ഥിരീകരണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പലയിടങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തകളൊക്കെ ചേർത്ത് വെച്ച് പറയുമ്പോൾ അവിടെ ആക്രമണം നടന്നു എന്നുള്ളത് എല്ലാവരും സ്ഥിരീകരിക്കുകയാണ്.
ഈ ആക്രമണത്തിൻ്റെ വാർത്ത വന്ന സമയം തന്നെ ഓഹരി കമ്പോളത്തിൽ ഒരു ബാരൽ എണ്ണയ്ക്ക് $75 എന്ന് പറഞ്ഞ് താഴ്ന്നു നിന്നിരുന്നത് 80 മുകളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഇന്ന് ഓഗസ്റ്റ് 5 പ്രകടമായി എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരാക്രമണത്തിൻ്റെ വാർത്ത, ഒരു കപ്പലിലേക്ക് ഏതെങ്കിലും ഒരു സാധനങ്ങൾ മിസൈലോ ഡ്രോണോ വന്ന് ഇടിക്കുന്നു എന്നുള്ള വാർത്ത, കപ്പൽ മുങ്ങാൻ തുടങ്ങുന്നു എന്നുള്ള വാർത്ത, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഈ സമയത്തൊന്ന് തിരിച്ചറിയണം. അങ്ങനെയൊക്കെ ഒരു ചെറിയ കപ്പൽ മുങ്ങൽ മതി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ എന്ന കാര്യം കൂടി തിരിച്ചറിഞ്ഞിരിക്കണം. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.